ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് സി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുക. അപ്പോൾ എങ്ങനെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുക, എങ്ങനെയാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഇംഗ്ലീഷിൽ ഒരു വാക്യം അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏത് രീതിയിലാണ് വരേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണ്? സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ഇല്ലേ. ആദ്യം ചെയ്യുന്ന ആൾ, അതിനുശേഷം ചെയ്യുന്ന പ്രവൃത്തി പറയും, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇതിൽ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് വരുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സെൻറ്റൻസ് ഉണ്ടാക്കുന്ന ഫോർമുല എന്താണെന്നൊന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഫോർമുല വരുന്നത് സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വേർബ്, അതായത് V1 ആണ് വരിക കേട്ടോ. അപ്പോൾ V1 പ്ലസ് ING പ്ലസ് റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ്. ഇതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമുല. അപ്പോൾ നമുക്കിതൊന്ന് വിശദീകരിച്ചിട്ട് പഠിക്കാം. അപ്പോൾ ആദ്യത്തേത് സബ്ജക്റ്റാണ് അല്ലേ. സബ്ജക്റ്റ് എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്. പേര് വരാം, അല്ല എന്നുണ്ടെങ്കിൽ പ്രോനൗൺസ് വരാം. അപ്പോൾ പ്രോനൗൺസ് ഏതൊക്കെയാണ്? ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, ഇവയൊക്കെയാണ് നമ്മുടെ പ്രോനൗൺസ് അല്ലേ. ഇനി അടുത്തത് നോക്കൂ, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ അല്ലേ. അപ്പോൾ ഇത് മൂന്നെണ്ണം ഒരുമിച്ചിട്ടുള്ള വരിക. ഇത് മൂന്നെണ്ണം സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് വരിക. അതെങ്ങനെയാണെന്ന് നോക്കാം. ചിത്രത്തിലേക്കൊന്ന് നോക്കി നോക്കൂ. ഐ എന്ന സബ്ജക്റ്റ് വരുമ്പോൾ ആം ആണ് അതിൻ്റെ കൂടെ അടുത്തതായിട്ട് വരുന്നതല്ലേ. അപ്പോൾ ഈസ്, ആം, ആർ ഈ മൂന്ന് കാര്യങ്ങളുടെയും അർത്ഥം എന്താണെന്നറിയോ? ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ഞാനാണ്, അവനാണ്, അവളാകുന്നു എന്ന മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഈ ആണ്, ആകുന്നു എന്നുള്ളത് ഓരോന്നിൻ്റെ കൂടെ എങ്ങനെയൊക്കെ വരും എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് വരുമ്പോൾ, ഞാൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് വരുമ്പോൾ ഞാൻ ആകുന്നു എന്നുള്ളതിൽ നമ്മൾ എപ്പോഴും എന്തേ പറയാൻ പാടുള്ളൂ? ആം എന്നേ പറയാൻ പാടുള്ളൂ. ഐ ആം. ഇനി അടുത്തതായിട്ട് ഇസ് നോക്കാം. ഇസ് എപ്പോഴും വരുന്നത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ അവൾ, അവൻ, ഇത് എന്നൊക്കെ പറയുന്ന സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഇസ് വരിക. അപ്പോൾ ഹി ഈസ്, ഷി ഈസ്, ഇറ്റ് ഈസ്, പിന്നെ സെൻറ്റൻസിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും അങ്ങനെയാണ് വരിക. അപ്പോൾ ഈസ് എപ്പോഴും എവിടെ വരിക? സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെയാണ് വരുന്നത്. ഇനി അടുത്തത് ആൾ ആണ് അല്ലേ. ആൾ ആണ് ഉപയോഗിക്കുക, പ്ലൂരൽ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക. അപ്പോൾ അവർ ആകുന്നു, നമ്മളാകുന്നു, അല്ലെങ്കിൽ കുട്ടികളാകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തുപയോഗിക്കും? ആകുന്നു എന്നുള്ളതിന് പകരം ആർ ഉപയോഗിക്കും. അപ്പോൾ ദേ ആർ, വി ആർ, പിന്നെ കിഡ്സ് ആർ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആർ എന്ന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി യു എന്ന് പറയുന്നത് നിങ്ങൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്നുള്ളതൊരു എക്സെപ്ഷൻ കേസാണ്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ആർ ആണ് യൂസ് ചെയ്യുക. നമ്മൾ നിങ്ങൾ എന്നുള്ളത് ഒരു കൂട്ടം ആൾക്കാരെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറയും. അതുപോലെ തന്നെ നമ്മൾ ബഹുമാനത്തോടു കൂടെ നമ്മൾ നിങ്ങൾ എന്ന് മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്നുള്ളതിൻ്റെ കൂടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ആർ ആണ് യൂസ് ചെയ്യുക. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തേത് നോക്കാം. മൂന്നാമത്തേത് എന്താണ്? നമ്മുടെ വേർബാണ് അല്ലേ. വേർബ് എപ്പോഴും ബേസിക് ആയിട്ടുള്ള വേർബാണ് വരിക. അതായത് V1 ഫോമാറ്റിലുള്ള വേർബാണ് വരിക. ഉദാഹരണം എന്തൊക്കെയാണ്? ഡ്രിങ്ക്, ഈറ്റ്, സിങ്, ഡാൻസ്, ബാത്ത്, ബ്രഷ്, ഇതൊക്കെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള V1 ഫോമാറ്റിലുള്ള വേർബാണ് അല്ലേ. അപ്പോൾ ആ വേർബാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി വരും. എന്താണ്? ING, ഇങ് അല്ലേ. ING എന്ന് പറയുന്ന സംഗതി കൂടെ ഈ വേർബിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൂട്ടി എഴുതി കൊടുക്കും. നമ്മുടെ വേർബ് എങ്ങനെയായിട്ട് മാറും? ഡ്രിങ്ക് എന്നുള്ളത് ഡ്രിങ്കിങ് എന്നാവും, ഈറ്റ് എന്നുള്ളത് ഈറ്റിംഗ് എന്നാവും, പിന്നെ ബാത്ത് എന്നുള്ളത് ബാത്തിങ് എന്നാവും, ഡാൻസ് എന്നുള്ളത് ഡാൻസിങ് എന്നാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ വേർബ് വരുന്നത്. അതിനുശേഷമോ ബാക്കിയുള്ളത് ദ റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസിൻ്റെ ബാക്കി എന്താണെന്നുള്ളത് ഒബ്ജക്റ്റ് ആയിരിക്കാം, ടൈം ആയിരിക്കാം, അങ്ങനെയുള്ളതൊക്കെ എന്തിൽ വരും? ഈ സെൻറ്റൻസിൻ്റെ ബാക്കിയായിട്ട് വരും. അപ്പോൾ എങ്ങനെയാണ് നമ്മളെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ കിടക്കുന്നത്, ഫോർമുല കിടക്കുന്നത്? അപ്പോൾ ഫോർമുല എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വേർബ്, അതായത് V1 ഫോമാറ്റിലുള്ള വേർബ് പ്ലസ് ING പ്ലസ് റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ഐ ആം ഡ്രിങ്കിങ് ടീ.
ഐ ആം ഡ്രിങ്കിങ് ടീ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ, ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കൂടെ ആണ്, ആകുന്നു എന്നുള്ള മീനിങ് വരുമ്പോൾ ആം ആണോ ഈസാണോ ആറാണോ വരുന്നത്? ആം ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഐ ആം ഡ്രിങ്ക് എന്ന് പറയുന്നത് വിവം ഫോർമാറ്റ് ആണ്, അതിൻ്റെ കൂടെ ING വന്നു. അപ്പോൾ ഡ്രിങ്കിങ്, ഐ ആം ഡ്രിങ്കിങ് ടീ. അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ, ഹീ ഓർ ഷീ ഈസ് ഡ്രിങ്കിങ് ടീ. അപ്പോൾ ഹീ ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ആകുന്നു എന്ന് പറയാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ഈസ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഹീ ഓർ ഷീ ഈസ് ഡ്രിങ്കിങ് ടീ. അടുത്തത് ദേ ഓർ വി ഓർ യു ഡ്രിങ്കിങ് ടീ അല്ലേ. അവർ അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എന്താണ് നമ്മൾ ആകുന്നു എന്ന് ഉപയോഗിക്കാനായിട്ട് പറഞ്ഞത്? ആണ് അല്ലേ. ദേ ഓർ വി ഓർ യു ആർ ഡ്രിങ്കിങ് ടീ. അപ്പോൾ എങ്ങനെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. ഞാനിപ്പോൾ ഒരു വേർബ് പറയാം. ആ വേർബ് ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ സബ്ജക്റ്റും ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. വേർബ് സിങ് ആണ്. സിങ്, പാടുക എന്നുള്ളതാണ് നമ്മുടെ വേർബ്. അപ്പോൾ സിങ് ആണെങ്കിൽ ഞാൻ പാടിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എഴുതാം? ഐ ആം ആണോ ഈസാണോ ആറാണോ വരുന്നത്? ആം ആണ് വരിക അല്ലേ. ഐ ആം സിംഗിങ് എ സോങ്. ഐ ആം സിംഗിങ് എ സോങ്. അവൻ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ രാഹുൽ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വരുന്നതെങ്കിലോ? രാഹുൽ ഈസ് സിംഗിങ് എ സോങ്. രാഹുൽ ഈസ് സിംഗിങ് എ സോങ് എന്നാണ് വരിക അല്ലേ. അവനാണെങ്കിലോ ഹി ഈസ് സിംഗിങ് എ സോങ് എന്ന് വരും അല്ലേ. ഇനി അവർ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഗ്രൂപ്പ് സോങ് ആണ്. അപ്പോൾ അവർ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണെങ്കിൽ എന്ത് വരും? ദേ ആർ സിംഗിങ് എ സോങ്. ദേ ആർ സിംഗിങ് എ സോങ്. ഇനി നമ്മൾ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണെങ്കിലോ വി ആർ സിംഗിങ് എ സോങ്. വി ആർ സിംഗിങ് എ സോങ് എന്ന് പറയല്ലേ. ഇനി നിങ്ങൾ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് വരിക ആണ് നമ്മുടെ സെൻറ്റൻസ് എങ്കിൽ എങ്ങനെയാണ് വരിക? യു ആർ സിംഗിങ് എ സോങ് എന്ന് വരും അല്ലേ. യു ആർ സിംഗിങ് എ സോങ്. അപ്പോൾ ഇങ്ങനെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് ഒന്ന് വായിച്ചു നോക്കാം. ഐ ആം ഈറ്റിംഗ് ഫ്രൂട്ട്. ഞാൻ ഫ്രൂട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ വരുമ്പോൾ എന്താണ് വരിക? ആം ആണ് വരിക അല്ലേ. ഐ ആം ഈറ്റിംഗ് ഫ്രൂട്ട്. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഗോയിങ് ടു സ്കൂൾ. ഞങ്ങൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദ ടീച്ചർ ഈസ് ടീച്ചിങ് ഇൻ എ ക്ലാസ്. ദ ടീച്ചർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതുകൊണ്ട് എന്ത് വന്നു? ഇസ് വന്നു അല്ലേ. ഷി ഈസ് വാച്ചിങ് എ കോമഡി മൂവി. അവൾ ഒരു കോമഡി മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബെൻ ഈസ് റീഡിങ് എ ബുക്ക്. ബെൻ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ സൺ ഈസ് ഷൈനിങ്. നമ്മുടെ സൂര്യൻ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹാരി ഈസ് സിംഗിങ് എ സോങ്. ഹാരി ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ ലിസ്ണിങ് ടു മ്യൂസിക്. അവർ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ യു ആർ ലിവിങ് ഇൻ ലണ്ടൻ. യു എന്ന് വരുമ്പോൾ നമ്മൾ ആർ വരും അല്ലേ. യു ആർ ലിവിങ് ഇൻ ലണ്ടൻ. നിങ്ങൾ ലണ്ടനിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സെൻറ്റൻസസ് വരുന്നത്. ഇനി ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ്. നമുക്ക് ആദ്യം ഒരു സെൻറ്റൻസ് എടുക്കാം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള. ഞാൻ മലയാളത്തിൽ പറയാം, നിങ്ങൾക്കത് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ശ്രമിച്ചു നോക്കൂ. മോണിക്ക TV കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണെങ്കിൽ അതെങ്ങനെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരിക? മോണിക്ക ഇസ് വാച്ചിങ് TV അല്ലേ. മോണിക്ക ഈസ് വാച്ചിങ് TV എന്നാണ് വരിക. ഇനി മോണിക്ക TV കണ്ടുകൊണ്ടിരിക്കുകയാണോ എന്നാണ് നമ്മുടെ ചോദ്യം വരിക അല്ലേ. ഈ സെൻറ്റൻസിൻ്റെ ചോദ്യം മോണിക്ക TV കണ്ടുകൊണ്ടിരിക്കുകയാണോ. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ എന്ത് ചെയ്താൽ മതി? എസ് ഉണ്ടല്ലോ, എസ് എന്നുള്ളത് ആകുന്നു എന്നാണല്ലോ മീനിങ് വരുന്നത്. ആണോ എന്ന് ചോദിക്കാനും എസ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. അത് എന്ത് ചെയ്താൽ മതി? ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ സെൻറ്റൻസിൻ്റെ ഫസ്റ്റിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി? ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. അപ്പോൾ ഇസ് മോണിക്ക വാച്ചിങ് TV. ഇസ് മോണിക്ക വാച്ചിങ് TV എന്ന് പറഞ്ഞാൽ എന്താണ്? മോണിക്ക TV കണ്ടുകൊണ്ടിരിക്കുകയാണോ എന്നായി നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം നമുക്ക് അതിന് എങ്ങനെയൊക്കെ ആൻസർ ചെയ്യാം? യെസ് ഷി ഇസ് വാച്ചിങ് TV. അതെ, അവൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നെഗറ്റീവായിട്ട് അവൾ TV കണ്ടുകൊണ്ടിരിക്കുകയല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നോ ഷി ഇസിൻറ്റ് വാച്ചിങ് ദ TV എന്ന് പറയാം. ഷി ഇസിൻറ്റ്, ഇസിൻറ്റ് എന്ന് പറയുന്നത് ഈസ് കഴിഞ്ഞിട്ട് നോട്ട് എന്നുകൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഒരുമിച്ച് എഴുതുമ്പോൾ നമ്മൾ ഇസിൻറ്റ് എന്ന് വായിക്കും. അപ്പോൾ ഷീ ഈസ് നോട്ട് വാച്ചിങ് TV അല്ലെങ്കിൽ ഷീ ഇസിൻറ്റ് വാച്ചിങ് TV എന്ന് നമ്മൾ പറയും. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും പഠിച്ചു, നെഗറ്റീവ് അതായത് അല്ല എന്ന് പറയുന്ന മീനിങ്ങിലുള്ള സെൻറ്റൻസ് ഉണ്ടാക്കാനും പഠിച്ചു.
അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ദേ ആർ ലേണിംഗ് ഇംഗ്ലീഷ്. അവരെല്ലാവരും ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ലേണിംഗ് ഇംഗ്ലീഷ്. ഇനി അവരെല്ലാവരും ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. എങ്കിൽ എങ്ങനെ വരും? നേരത്തെ നമ്മൾ പഠിച്ചത് ഒന്ന് ഓർത്തെടുത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നേരത്തെ ഈസിനെ നമ്മളെടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ടു അല്ലേ? ഇവിടെ എന്താണ് ആകുന്നു എന്നുള്ളതിന് വരുന്നത്? ആഴാണ് വരുന്നത്. പ്ലൂരൽ ആയതുകൊണ്ട് ആഴാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആറിനെ എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ വരിക? ആർ ദേ ലേണിംഗ് ഇംഗ്ലീഷ്? ആർ ദേ ലേണിംഗ് ഇംഗ്ലീഷ്? അവർ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് വരും. അപ്പോൾ നമ്മളതിനെ എങ്ങനെ ആൻസർ ചെയ്യാം? യെസ്, ദേ ആർ ലേണിംഗ് ഇംഗ്ലീഷ്. അതെ, അവർ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അവർ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ല എന്നാണ് നമ്മുടെ ആൻസർ എങ്കിലോ ആറിന് ശേഷം എന്ത് വരും? നോട്ട് എന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? നോ, ദേ ആർ നോട്ട് ലേണിംഗ് ഇംഗ്ലീഷ്. അല്ലെങ്കിൽ നമ്മളതിന് ചുരുക്കി എഴുതി കഴിഞ്ഞാൽ ദേ ആറിൻറ്റ് ലേണിംഗ് ഇംഗ്ലീഷ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ഐ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഐ ആം ഈറ്റിംഗ് ബനാന. ഐ ആം ഈറ്റിംഗ് ബനാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലേ. അപ്പോൾ ഞാനിപ്പോൾ പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആമിനെ എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലേ? ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആം ഐ ഈറ്റിംഗ് ബനാന, ഞാനിപ്പോൾ പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സെൻറ്റൻസ് ഉണ്ടാക്കുന്ന വഴി, ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന വഴി, അതുപോലെ നെഗറ്റീവ് സെൻറ്റൻസസും ഉണ്ടാക്കുന്ന വഴി. അപ്പോൾ ഇത് മൂന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ഫോർമുല ഒന്ന് ഒരുമിച്ച് എഴുതിയിട്ട് ഒന്ന് പഠിക്കാം, ഒന്ന് മനഃപ്പാഠമാക്കാം. അതെങ്ങനെയാണ് അതിൻ്റെ ഫോർമുല വരുന്നത് നോക്കാം. നമുക്ക് സെൻറ്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഫോർമുല, അതായത് നമുക്കിതിനെ പോസിറ്റീവ് ഫോർമുല എന്ന് പറയാം. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഇസ് ഓർ ആർ പ്ലസ് V1 പ്ലസ് ING പ്ലസ് ദ റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ്. ഇതാണ് നമ്മുടെ സെൻറ്റൻസ് ഉണ്ടാക്കാനുള്ള ഫോർമുല. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള ഫോർമുല എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇസ് ഓർ ആം ഓർ ആർ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് കേട്ടോ. അപ്പോൾ ഇസ് ഓർ ആം ഓർ ആർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ING പ്ലസ് റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ്. ഇനി അടുത്തത് നെഗറ്റീവ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഫോർമുല. അപ്പോൾ അതിന് ആദ്യം വരിക എന്താണ്? നമ്മുടെ സബ്ജക്റ്റാണ് വരിക. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഇസ് ഓർ ആർ പ്ലസ് നോട്ട് പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ദി റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ്. ഈ മൂന്ന് ഫോർമുലയും നമ്മൾ പഠിച്ചു വെക്കുക, നമ്മൾ മനഃപ്പാഠമാക്കി നമ്മൾ മനസ്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമുക്ക് കുറേ എഴുതാനും അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്കിതിൽ സംസാരിക്കാനും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് ഇത് വരികയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും സെൻറ്റൻസ് ഉണ്ടാക്കാനും നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാനും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതിൻ്റെ ഫോർമുല പഠിച്ചു വെക്കുക. പരമാവധി സെൻറ്റൻസസ് ഒക്കെ ഉണ്ടാക്കി ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.